ഓരോ കൊല്ലം കഴിയുമ്പോഴും വല്ലാതെ വർദ്ധിച്ചു വരുന്നു എന്ന് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ള വസ്തുതയാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ വരവ് നിങ്ങളൊന്ന് ആലോചിക്കണം. തുടക്കം അദ്ദേഹം പറഞ്ഞത് ആ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ 10 കൊല്ലം മുമ്പ് ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞത് ഓരോ സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്കും 15 ലക്ഷം രൂപ വീതം ഞങ്ങൾ എത്തിക്കും. ഈ പണം കള്ളപ്പണമാണ്. ഈ രാജ്യത്തെ കള്ളപ്പണം ഞങ്ങൾ പിടിച്ചെടുത്ത് ഓരോ സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്കും 15 ലക്ഷം രൂപ വീതം എത്തിക്കുമെന്നായിരുന്നു അവരുടെ ആദ്യത്തെ വാഗ്ദാനം. നമ്മളൊക്കെ മറന്നിട്ടുണ്ടാകാം, നമ്മുടെ സമൂഹം മറന്നിട്ടുണ്ടാകാം, നമ്മുടെ മാധ്യമങ്ങൾ മറന്നിട്ടുണ്ടാകാം. പക്ഷേ രേഖകൾ പരിശോധിച്ചാൽ കൃത്യമായി ആ സമയത്ത് പറഞ്ഞതാണ് 15 ലക്ഷം രൂപ വീതം നൽകുമെന്ന്. അതിന് കാരണം പറഞ്ഞത് ഈ നാട്ടിലെ സമ്പത്തിൽ പ്രധാനപ്പെട്ട ഭാഗവും കള്ളപ്പണമാണ്, കൊള്ളയടിച്ചിരിക്കുന്നു. അത് കൊള്ളയടിച്ച് പലരുടെയും അക്കൗണ്ടുകളാണ്. ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വെളിയിലുമുള്ള അക്കൗണ്ടുകളിൽ കോടിക്കണക്കിന് പണമുണ്ട്. അത് ഞങ്ങൾ പിടിച്ചെടുക്കും, വിതരണം ചെയ്യും, സാധാരണക്കാരന് 15 ലക്ഷം രൂപ വീതം നൽകുമെന്നാണ് പറഞ്ഞത്. ഉണ്ടായില്ല, നമുക്കറിയാം. 2016 നവംബർ മാസത്തിലാണ് നരേന്ദ്രമോദിയുടെ അടുത്ത പരിപാടി പ്രഖ്യാപനം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ രാജ്യത്തിലെ പണം മുഴുവൻ പൂഴ്ത്തിവെച്ചിരിക്കുന്നത് കള്ളപ്പണക്കാർ അവരുടെ കയ്യിലാണ്. നിലവറകളിൽ കോടിക്കണക്കിന്, ആയിരക്കണക്കിന് കോടി രൂപ പൂഴ്ത്തിവെച്ചിരിക്കുന്നു, ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് 2016 നവംബർ 26 2000 രൂപയുടെ നോട്ടുകൾ നിരോധിച്ചു. ജനം വിചാരിച്ചു വരും, ഈ 10,000 കോടി രൂപയുടെ 2000 നോട്ടുകൾ പിടിച്ചെടുത്ത് അത് മുഴുവൻ നിരോധിച്ചു കഴിഞ്ഞപ്പോ ആ കള്ളപ്പണം മാഞ്ഞു പോകും. ആ പണം തിരിച്ചു കൊണ്ടുവന്ന് നോട്ട് വാങ്ങാനായി മറ്റു മാറ്റിയെടുക്കാൻ ചുരുങ്ങിയ ദിവസം സമയം കൊടുത്തു. എന്താണ് നമ്മൾ കണ്ടത്? പിന്നെ കഴിഞ്ഞ ഈ നടപടി പരിപൂർണമായി കഴിഞ്ഞപ്പോ നമ്മൾ കണ്ടത് ആ നോട്ടുകളിൽ 99% 2000 രൂപയുടെ നോട്ടുകൾ തിരിച്ചു ബാങ്കുകളിലേക്ക് എത്തി. അതിന്റെ അർത്ഥം ഈ പണം ഒന്നുകിൽ കള്ളപ്പണക്കാരുടെ കൈകളിലായിരുന്നില്ല, അല്ലെങ്കിൽ നോട്ട് നിരോധിക്കാൻ പോകുന്നു എന്നുള്ള വിവരം നരേന്ദ്രമോദിയും BJPയും അവരുടെ ആളുകൾക്ക് ചേർത്ത് കൊടുത്തപ്പോ ആ നോട്ടുകളൊക്കെ ബാങ്കുകളിലെത്തി, കള്ളപ്പണം ഇല്ലാതായി. ഇവിടെ സമ്പദ് വ്യവസ്ഥ പുരോഗതി പ്രാപിച്ചോ? ഇവിടെ സമ്പത്തിന്റെ കൃത്യമായ വിതരണം ഈ നാട്ടിലുണ്ടായോ? ഒന്നും ഉണ്ടായില്ലല്ലോ. വീണ്ടും നമ്മൾ കാണുന്നത് പണക്കാരൻ വീണ്ടും പണക്കാരായി മാറും. അത് അവിടെയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. ഈ നാട്ടിലെ സമ്പത്ത് തുല്യമായ തോതിൽ വിതരണം ചെയ്യപ്പെടണം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആളുകൾക്ക് തൊഴിൽ വേണം, ആളുകൾക്ക് വരുമാനം വേണം, ആളുകൾക്ക് വിദ്യാഭ്യാസം വേണം, ആളുകൾക്ക് ഭൂമി വേണം എന്ന മുദ്രാവാക്യം ഈ സർക്കാർ മറന്നിരിക്കുന്നു എന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചു. വ്യവസായ സാമ്രാജ്യങ്ങളുടെ കൈകളിലേക്കായി മാറിയിരിക്കുന്നു. അത് മാറണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. അതിനുവേണ്ടി ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു നടപടിയായിരുന്നു 2005 മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് 2005 2005 പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണെങ്കിൽ ആ മൻമോഹൻ സിംഗിന്റെ ജനതാദളിന്റെ വിഭിന്ന ഫ്രാക്ഷനുകളും കോൺഗ്രസ് കൂടി ചേർന്നാണ് ആ 2005 മന്ത്രിസഭ ഉണ്ടാക്കിയത്. ആ ഇന്ത്യ രാജ്യത്തെ ഗ്രാമീണ ജനങ്ങൾ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നു. അവർക്ക് വരുമാനമില്ല, അവർക്ക് വാങ്ങാൻ ശേഷിയില്ല, പർച്ചേസിംഗ് പവർ ഇല്ല, അവരുടെ കയ്യിൽ പണമില്ല. അവരുടെ കയ്യിലേക്ക് നേരിട്ട് പണം നമ്മൾ കൊണ്ടുവന്ന പരിപാടിയാണ് തൊഴിലുറപ്പ് പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രത്യേകത എന്താ? ഇന്ത്യ രാജ്യത്തെ തൊഴിലില്ലാത്ത ഏതൊരാൾക്കും 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള തൊഴിലില്ലാത്ത ഏതൊരാൾക്കും സർക്കാരിന്റെ മുന്നിൽ വന്ന് ജോലി ആവശ്യപ്പെടാനുള്ള അധികാരം അവന് കൊടുത്തു. ഗ്യാരണ്ടി സ്കീമാണത്. ഗ്യാരണ്ടിയാണ്. ഒരു കൊല്ലത്തിൽ 100 ദിവസത്തെ തൊഴിൽ അവന് ഗ്യാരണ്ടി ചെയ്തു. അവർ വന്ന് ആവശ്യപ്പെടാം, എനിക്ക് 100 തൊഴിൽ നിങ്ങൾ തരണം. ഈ സർക്കാർ പറയുന്ന പണി ഞാൻ എടുക്കാം,
കുഴി കുഴിക്കണോ, തോട് വെട്ടണോ, കുളമുണ്ടാക്കണോ, റോഡ് കെട്ടണോ, ഞാൻ ചെയ്യാം, എനിക്ക് 100 ദിവസം പണി തരണം, മിനിമം കൂലി തരണമെന്ന് അവന് ഉറപ്പ് നൽകിയ പരിപാടിയായിരുന്നു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് ഗ്യാരണ്ടി പദ്ധതി. അത് പ്രകാരമാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. ഇവര് പോയി ഈ കോടിക്കണക്കിന് ആൾക്കാർ പണിയെടുത്ത് സൗധങ്ങൾ കെട്ടിപ്പൊക്കണമെന്ന് വിചാരിച്ചിട്ടോ, മാളിക പണിയണമെന്ന് വിചാരിച്ചിട്ടോ, വലിയ റോഡുകളും കെട്ടിടങ്ങളും ഡാമുകളും ഉണ്ടാക്കണമെന്നല്ല പദ്ധതിയുടെ. തൊഴിലില്ലാത്തവര് സർക്കാരിന്റെ മുന്നിൽ വന്ന് ചോദിക്കാം, എന്റെ 100 ദിവസത്തെ തൊഴിലെവിടെ? അദ്ദേഹം പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് അഭിമാനമുണ്ട്. വന്നിട്ടുകൊണ്ട് അവസാനിപ്പിക്കാം. ജോൺ ഉൾപ്പെടെ സംഘടന ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇന്ന് നാഷണൽ ജനതാദളിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു രാജ്ഭവൻ മാർച്ചിന് ഇടയാക്കിയ സംഭവം, ഒന്ന് ഈ പദ്ധതിയുടെ പേര് മാറ്റാനെടുത്ത തീരുമാനം, രണ്ട് ഇതിന്റെ സ്ട്രക്ചർ മുഴുവൻ ഇല്ലാതാക്കിയ തീരുമാനം. ഈ രണ്ട് തീരുമാനങ്ങൾക്കെതിരായി ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും സമരരംഗത്താണ്. UPA സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിലിരുന്ന കാലത്താണ് മഹാത്മാ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. കാരണം ഒരുപാട് പേർ നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ കൊണ്ട് വലയുമ്പോൾ വർഷത്തിൽ 100 ദിവസമെങ്കിലും അവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകിയത്. ഇതിന്റെ 90% കേന്ദ്രവും 10% സംസ്ഥാനങ്ങളും എന്നുള്ള രീതിയിലാണ് ഇത് ആവിഷ്കരിച്ചത്. അങ്ങനെ നല്ല രീതിയിൽ ഈ പ്രവർത്തനം, പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിനെ പോലെ തന്നെ ഏറ്റവും പ്രധാനമായിരുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ പലയിടത്തും തൊഴിലില്ല എന്ന് മാത്രമല്ല മുഴുവൻ പട്ടിണിയാണ്. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ പദ്ധതിയുടെ പ്രയോജനം ചില്ലറ വരുന്നില്ല. ഏതായാലും ഒരു സുപ്രഭാതത്തിൽ ഞാൻ മുഴുവൻ പറയുന്നില്ല, കാരണം ഇത് ഇഞ്ചിയായി കുറെ കാലമായിട്ട് കൊല്ലാൻ തുടങ്ങിയിട്ട്. ആദ്യം തന്നെ ഈ കൊടുക്കേണ്ട കേന്ദ്ര വിഹിതം കൊടുക്കാത്ത അവസ്ഥ ഉണ്ടായി. നമ്മൾ പലവട്ടം പാർലമെന്റിൽ, ഞാനൊക്കെ അംഗമായിരുന്ന കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങളൊക്കെ ശക്തമായി പറഞ്ഞു. അതിനുശേഷം 2 വർഷക്കാലം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP-മാരൊക്കെ ശക്തമായി തന്നെ പ്രതിപാദിച്ച ഒരു കാര്യം, സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ എമൗണ്ട് കൊടുക്കുന്നില്ല. കൊടുക്കുന്ന 90% തന്നെ വളരെ എന്താ പറയേണ്ടത്, എന്തോ ഒരു ഔദാര്യം ചെയ്യുന്ന പോലെയാണ് സംസ്ഥാനങ്ങൾക്ക് നൽകിയത്. ഞങ്ങൾ കേന്ദ്രത്തിൽ പറയുമ്പോൾ അവര് പറയും, നിങ്ങളുടെ സംസ്ഥാന സർക്കാർ കണക്കൊന്നും വ്യക്തമായിട്ട് തരുന്നില്ല. ഇവിടെ ചോദിക്കുമ്പോൾ പറയും, ഞങ്ങൾ കൊടുക്കാഞ്ഞിട്ടുള്ള അവര് തരാഞ്ഞിട്ടാണ്. അങ്ങനെ കുറെ കാലം നമ്മുടെ ആൾക്കാരെ കളിപ്പിച്ചു. കേന്ദ്രത്തിനും കുറ്റം പറയും, അവിടെ തിരിച്ചും കുറ്റം പറയും. ഏതായാലും ഇപ്പൊ ഇവര് വന്ന കുറെ കാലം കഴിഞ്ഞപ്പോ ഇപ്പോൾ കുറെ പരിഷ്കാരങ്ങൾ വരുത്തിയിരുന്നു. ഞാൻ തന്നെ സമര പ്രതിഷേധത്തിന് പോയിട്ടുണ്ട് ഇവിടെ. അതായത് 2 നേരം ഫോട്ടോ എടുക്കണം ജോലിക്ക് പോയാൽ. വിവാഹത്തിന് ഒരു വരന് ഒരു തവണ പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇത് ജോലിക്ക് പോകുന്നവര് 2 തവണ ഫോട്ടോ എടുക്കണം. ഇത് ഓൺലൈനായിട്ട് വേണം ഇത് റിപ്പോർട്ട് ചെയ്യാൻ. ഈ പാവപ്പെട്ട ഒരു സാധാരണക്കാരാണ് നമ്മൾ തന്നെ ഒരു എക്സ്പെർട്ടുകളല്ല. അതൊക്കെ നമ്മുടെയൊക്കെ മക്കളും മക്കളുടെ മക്കളൊക്കെ നന്നായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാനൊക്കെ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പഴയ പാവപ്പെട്ട കുടുംബക്കാർക്ക് ഈ ഓൺലൈനൊക്കെ ഇപ്പോഴും നോക്കുന്നുണ്ടോ? ഓൺലൈനായിട്ട് പൈസ അടക്കാന്ന് പറയുന്ന എത്ര പേര് ഓൺലൈനായിട്ട് ഒരുപാട് പേര് അവിടെ KCB കാശടക്കി ഓൺലൈനായിട്ട് അടക്കാം. ഓൺലൈനായിട്ട് അടയ്ക്കാത്തവരില്ലേ ഇപ്പോഴും പഴയ സിസ്റ്റത്തിൽ പോയിട്ട് കാശടക്കുന്നവർ. പേര് മാറ്റി മനുഷ്യനെ വായിൽ കൊള്ളാത്ത പേരുകൾ കൊണ്ടുവന്നു. അങ്ങനെയാണല്ലോ നിയമങ്ങൾ പലതും CRPCയും ഒക്കെ മാറ്റിയല്ലോ, എന്തൊക്കെയോ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. ഇതിന് പുറമെ പേര് മാറ്റൽ മാത്രമല്ല, ഇപ്പൊ ഇന്നലെ നെഹ്റുവിനെ മാത്രമേ ആക്രമിച്ചിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങളൊക്കെ പറയാറുണ്ട്, നെഹ്റുവിനോട് അവർക്ക് ദേഷ്യം, ഗാന്ധിജിനെ പിന്നെ കൊല്ലാൻ പറ്റിയല്ലോ. നെഹ്റുവിനെ കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് ആ ദേഷ്യം ഇപ്പോഴും നിർത്തോണ്ടിരിക്കുക. നെഹ്റുവിന്റെ പേര് തന്നെ കേട്ടാൽ ആദ്യം അമിത്ഷാ പൊട്ടിത്തെറിക്കും, പിന്നെ മോഡി പൊട്ടിത്തെറിക്കും. അപ്പൊ അതായത് കുറെ കാലങ്ങളായിട്ട് പാർലമെന്റിൽ മോഡി വന്ന അന്ന് മുതൽ ഇന്ന് വരെയുള്ള അവസ്ഥ.
പക്ഷെ ഗാന്ധിജിയോട് ഈ കടുങ്കൈ പെട്ടെന്ന് കാണിക്കുന്നു അദ്ദേഹത്തിന് ഇല്ലാതാക്കിയവരാണല്ലോ. അതുകൊണ്ട് ഗാന്ധിജിനെ പറ്റി വലിയ കാര്യമായിട്ടൊക്കെ പ്രസംഗിക്കാറുണ്ട്. അതേസമയത്ത് ഗോഡ്സേക്ക് അമ്പലം പണിയും ചെയ്യും. അങ്ങനത്തെ ഒരു ഇടത്താപ്പായിട്ട്. പക്ഷെ ഇപ്പൊ ഡയറക്റ്റായി ഗാന്ധിജിയെ പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് നീക്കി. രണ്ടാമത്, കേന്ദ്ര വിഹിതം കുറച്ച് സംസ്ഥാനത്തിന്റെ വിഹിതം വർദ്ധിപ്പിച്ചു. അതായത് 90-10 ഇപ്പൊ 60-40 കേന്ദ്രം 60 തരുള്ളൂ, സംസ്ഥാനങ്ങൾ 40%. പിന്നെ ഒറ്റ കാര്യം ചെയ്തു, 100 ദിവസം എന്നുള്ള 125 ദിവസമാക്കി. പക്ഷെ സംസ്ഥാനങ്ങൾ എത്ര കൊടുക്കണം, എത്ര വീതം കൊടുക്കണം? ഇപ്പൊ കേരള സർക്കാർ 1600 കോടി, ഇപ്പൊ നാളെ മുതൽക്കാണ് നിയമം വരുന്നതെങ്കിൽ 1600 കോടി സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പൊ കൊടുക്കണം. ഇങ്ങനെ ഇതിന്റെ ആനുകൂല്യങ്ങൾ കുറയ്ക്കുമ്പോൾ 30% ലാഭമായില്ലായിരിക്കും കേന്ദ്ര സർക്കാരിന്. അതിങ്ങനെ പിടിച്ചു വയ്ക്കും. ഇലക്ഷൻ എടുക്കുമ്പോൾ കുറെ ആനുകൂല്യങ്ങൾ കൊടുക്കും. ഇതിന് കഴിഞ്ഞൊക്കെ മറക്കുമല്ലോ. ഇപ്പൊ പെട്രോളിന് എങ്ങനെയാണല്ലോ, പെട്രോളിന് ഏതാണ്ട് 30 രൂപ കൂട്ടിയിട്ട് അവസാനം 5 രൂപ കുറയ്ക്കും. 5 രൂപ കുറയ്ക്കുമ്പോൾ ഇലക്ഷൻ വരും. അപ്പൊ ആൾക്കാർക്ക് അത് മതിയല്ലോ, 5 രൂപ കുറഞ്ഞല്ലോ. ഇങ്ങനെയുള്ള അഭ്യാസം കാണിക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതി ഇല്ലാതാക്കുകയാണ്. അപ്പൊ സംസ്ഥാനങ്ങൾ അവരുടെ വിഹിതം വേണ്ടത്ര കൊടുക്കാതിരുന്നാൽ കേന്ദ്ര വിഹിതം കിട്ടില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ചില നമ്മുടെ പദ്ധതികളെ കുറിച്ചൊക്കെ പറയുമല്ലോ, ഇത്ര ശതമാനം കേന്ദ്രം, ഇത്ര ശതമാനം സംസ്ഥാനം. അത് കേന്ദ്രം തരുന്നപ്പോഴാ സംസ്ഥാനം വിഹിതം അത് ചെലവഴിക്കുന്നതനുസരിച്ചാണ് അവിടുന്ന് അവരുടെ വിഹിതം തരിക. 60% വിഹിതം കേന്ദ്രം തരുന്നുണ്ടെങ്കിൽ 60 എപ്പോഴാ വരിക? നമ്മൾ 40% റേസ് ചെയ്ത് കഴിയണം. നമ്മൾ 40% നീക്കി വെച്ച് പ്രവർത്തനം തുടങ്ങുമ്പോഴാണ് അവർ 60% തരും. അല്ലെങ്കിൽ തരില്ല. അവര് നിങ്ങളെ വീതം ചെലവാക്കിയില്ല, നിങ്ങൾ വരില്ല. അങ്ങനെ വരുന്ന സംസ്ഥാനങ്ങൾ വീതം ചെലവാക്കിയില്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്യുന്ന സിസ്റ്റം അവർ വെച്ചിട്ടില്ല. അതിന് എല്ലാ ആഗ്രഹം ഈ അറിവും കൊടുക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള ജനരോഷം ഉണ്ടാവണം. തൊഴിലുറപ്പ് തൊഴിലാളികളെയും കുടുംബശ്രീക്കാരെയും കൊണ്ടുപോകുക. അപ്പൊ തൊഴിലെടുക്കണം. അതിലേറെ പ്രയാസമാണ് ഇയാളുടെ പ്രസംഗം കേൾക്കല്, മുഖ്യമന്ത്രിയുടെ. അതുകൊണ്ട് എല്ലാ വിടുവായത്തരും കേൾക്കണം. അപ്പൊ അങ്ങനെ 2 ജോലിക്കാരുണ്ടായിരുന്നു കേരളത്തില്. ഇപ്പൊ കാശുമില്ല. നീ പറയും നിങ്ങൾക്ക് 40% ഞങ്ങൾ തരണമെങ്കിൽ ഞങ്ങൾ വിളിക്കുന്ന എല്ലാ പരിപാടിക്കും വരണമെന്ന് പറയും. പക്ഷെ അത് അധികകാലമില്ല, 3 മാസം കൊണ്ട്. എന്നാലും 3 മാസം തന്നെയല്ലേ. അതുകൊണ്ട് ഈ നിയമം മാറ്റണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ രാജ്ഭവന്റെ മുമ്പിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പൊ ഇവിടെയും പേര് മാറിയിട്ടുണ്ട്. രാജ്ഭവൻ മാർച്ച് എന്നാണ് നിങ്ങൾ വെച്ചിട്ടുള്ളത്. ഇതിപ്പോ ലോകഭവനായി. എന്തെങ്കിലും അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഭവനാണ്, ഇത് ലോകത്തിന്റെ ഭവനാണ്. ഇവരുടെ പേരൊക്കെ അങ്ങനെയാണ്. ഒന്നുകിൽ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും BJP നേതാക്കളുടെ പേര്, ദീനദയാലിന്റെ പേര്, സവർക്കറുടെ പേര്. ഇപ്പൊ സ്വാതന്ത്ര്യസമര സേനാനികളിപ്പോ ഗാന്ധി നെഹ്റു ഒന്നല്ല, സവർക്കറാ. മാപ്പ് എഴുതിച്ച് ഓടി എഴുതുകാരാ. ശല്യ ജയിലിൽ കണ്ടപ്പോ ശ്വാസം മുട്ടുന്ന തലമുടിയാ. അവിടെ കിടന്ന് ഒരുപാട് സ്വാതന്ത്ര്യസമര സേനാനികൾ നരകിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. സവർക്കർക്ക് ഇത് കണ്ടത് ശ്വാസം മുട്ടി. സവർക്കർ കാരണം ടോയ്ലറ്റിൽ പോകാൻ കൂടെ നിവർത്തിയില്ല. അവിടെ എല്ലാം അവിടെ തന്നെയാ, സെല്ലാർ ജയിലില്. അത് കണ്ട് ഭയപ്പെട്ട് മാപ്പ് എഴുതി കൊടുത്ത് ഓടി വിദ്വാൻ സ്വാതന്ത്ര്യസമര സേനാനി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ധീര രക്തസാക്ഷിത്വം വരിച്ചവരായും സ്വാതന്ത്ര്യസമര സേനാനിയാണ്. ചരിത്രം മാറ്റി എഴുതും, എല്ലാം മാറ്റുകയാണ്. അതുകൊണ്ട് ഏതായാലും പോലെ രാജ്യഭവനായാലും ലോകഭവനായാലും നമുക്ക് രണ്ടും കണക്കാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് പേരും മാറുന്നു, സിസ്റ്റം മാറുന്നു, കംപ്ലീറ്റ് മാറുന്നു. അതിനെതിരായിട്ടാണ് നാഷണൽ ജനതാദളിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ രാജ്ഭവൻ മാർച്ച് നിങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും അടുത്ത 13-14 തീയതികളിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന രാപ്പകൽ സമരമുണ്ട്. നിരന്തരമായി സമരങ്ങളുടെ ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ. അവിടെ ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ കാശ് അവര് കക്കാൻ നിൽക്കുന്നു കേന്ദ്രം. ഇവിടെ പിന്നെ അയ്യപ്പന്റെ സ്വർണ്ണം ഉള്ളത് കൊണ്ട് ഇത്രയും നാള് അതിന്റെ ചെലവിൽ അങ്ങ് പോയി.
അവ രണ്ടും കക്കുന്ന കാര്യത്തിൽ വെള്ളായണി പരമ്പയാണോ എടുക്കാൻ ഇത്തിക്കര പക്കിയാണോ എന്നുള്ള രീതിയിലാണ് രണ്ട് സർക്കാരുകളും നീങ്ങുന്നത്. അതിനെതിരായി ശക്തമായി പ്രതികരിക്കാൻ മുന്നോട്ട് വന്നാൽ നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും വിനീതമായിട്ടുള്ള നമസ്കാരം.